ഒരിക്കൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ ഒരു കിസ്സ പറയാം. ആ കഥയിലെ കഥാനായകൻ ബഹുമാന്യരായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് യാത്രക്ക് പുറപ്പെട്ടു. യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന മധ്യേ വഴിയോരത്ത് ഒരു കബർ കണ്ടു. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ആ കബറിന്റെ അടുത്ത് നിന്നു. ആ കബറിന്റെ അടുത്ത് നിന്നിട്ട് അങ്ങോട്ട് നോക്കി കബറിലേക്ക്. അല്ലാഹ്, പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്താണ് കാര്യം? കബറിൽ കിടക്കുന്ന ആള് ഒരു തരം അദാബ് അനുഭവിക്കുകയാണ്. ഈ ഒറ്റക്ക് കിടക്കാനുള്ള ഈ മണ്ണറയിൽ അദ്ദേഹം കടന്ന അദാബ് അനുഭവിക്കുകയാണ്. അതിന് കണ്ടപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഒന്ന് മനസ്സുകൊണ്ട് ഇങ്ങോട്ട് ഞെട്ടി. കാരണം കബറിൽ അങ്ങനത്തെ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനിയിപ്പോ ഈസാ നബി അങ്ങനെ കാണുമോ കാണൂലേ, ആ ചർച്ചയ്ക്ക് നമ്മൾ പോണ്ട. ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം കാണുന്നു, വിവേകമുള്ള എല്ലാവർക്കും അറിയാം കാണുന്നു. ഭൂമിക്ക് അടിയിലുള്ളത് മുകളിൽ കാണുമോ? അതിപ്പോ എന്തെങ്കിലും കാണൂലേ? ആരൊക്കെ കാണും. ഇന്റെ പെരീക്കാണ് കയറിനോടത്ത് 3 സ്റ്റെപ്പാണ് പെരീക്കാണ് കയറാൻ. ഈ സ്റ്റെപ്പ് ഞാൻ അങ്ങനെ നോക്കുമ്പോണ്ട് ഒരു കോഴി, ആ രണ്ടാമത്തെ സ്റ്റെപ്പും ഒരു കോഴി ഇങ്ങനെ നിൽക്കുക. കോഴി അവിടെ അങ്ങനെ നിന്നാണ്ട് ഒരു കൗത്തോണ്ടൊക്കെ ഒരു ഡാൻസ് എടുക്കുക. കോഴി ഇങ്ങനെ കുറച്ച് അങ്ങനെ നിന്നിട്ട് നേരെ മുന്നത്തിന് ഒരു തെങ്ങുകുഞ്ചുണ്ട്. ആ തെങ്ങുകുഞ്ചിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കോഴിക്കൊരു ഒരൊറ്റ ഓട്ടം അങ്ങനെ നോക്കാൻ ഓടിയാണ് പോയിട്ട് ഒരു കൃത്യമായ പോയിന്റിൽ കോഴി അവിടെ കാലുകൊണ്ട് ഇങ്ങോട്ട് മാന്തിയിട്ട് ഒരു പൂയരനെ എടുത്തിട്ട് കോഴി സുഖമായിട്ടാണ് തിന്നു. അപ്പൊ അപ്പുറത്തെ ഭൂമിന്റെ അടിയിൽ കൂടെ ഒരു പൂയര പോകുന്നത് ഇവിടുന്ന് തന്നെ കോഴിക്ക് കാണാമെങ്കിൽ അതുകൊണ്ടാണ് കോഴിക്കള കൂട്ടത്തിൽ ഒറ്റ വഹാബികളില്ലല്ലോ. കാണൂലെന്ന് ഒരു സംശയം. നിങ്ങൾ കാണില്ലേ അങ്ങനത്തെ കോഴി എത്ര എണ്ണത്തിന്? അപ്പൊ ഞാൻ എന്തിനാ വേഗം പറഞ്ഞത്? പുതിയ കുട്ടികൾ അങ്ങനത്തെ ഒരു കാലാണ്. ആവശ്യമുള്ളത് ചോദിച്ചു പഠിച്ച കാലല്ല. നാളെ പാതിരാക്ക് ഒരാൾ ഹലോ കുറ്റമാർ സ്ഥലല്ലേ, അത് എന്തേ മോനെ സ്ഥലം ഒരു സംശയം ഉണ്ടായില്ല. ഞാൻ സമയം നോക്കുമ്പോൾ 2:30 മണിയാണ്. അപ്പൊ ഞാൻ സംശയിച്ച് മരിച്ചെന്ന് ഞാൻ ചോദിച്ചു എന്തേ എനിക്ക് ഇപ്പോൾ ഒരു സംശയം? ഹലോ സ്ഥലം ഒരു സംശയം എന്തേന്ന് ചോദിച്ചു. പണ്ട് യൂസഫിനെ പിന്നെ വിറ്റല്ലോ, അത് എത്ര രൂപയ്ക്കാണ്? മുൻഗണനയ്ക്ക് കൂടി അങ്ങനത്തെ ഒരു ചോദ്യമല്ല. ഞാനിപ്പോൾ ഒരു മൂലരല്ല, ഞാനൊരു ഉസ്താദല്ലേ, ദേഷ്യം പിടിക്കാൻ വേണ്ടി പറ്റൂല. ഈ പാതിരാക്ക് ഇതിനൊന്നാന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടിയെ അതിപ്പം സമരം വാക്സിൻ ചെറിയ പേർക്ക് വിറ്റെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും? ഓരോ ചോദ്യം. ഓന് ഞാനൊരു വിലയാണ് കൊടുത്താപ്പണ്ട. നിങ്ങൾ ആലോചിച്ചു, ആവശ്യമുള്ളതല്ല ആരും ചോദിച്ചു പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ് കൊക്കലാമത്തെ ഏതെങ്കിലും കണ്ടോന്നാ? അതിന് അന്തി പാതിരി ഒന്നും നേരെ വ്യത്യാസമില്ല.